ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 19-ാം വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെയൊരു പ്രസ്താവന കാണുന്നു: ബലശാലികളെ തള്ളിയിട്ടു കളയുന്നു എന്ന പദമാണ്. നാം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ബലവാന്മാരാണ്, ശക്തന്മാരാണ്, ആർക്കും ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള അനവധി ആളുകളെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവത്തെ അപമാനിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന ഗോലിയാത്തിനോട് ചോദിച്ചാൽ ഗോലിയാത്ത് പറയും, ഞങ്ങളോളം പൊക്കമുള്ള, ഞങ്ങളോളം കഴിവുള്ള, ഞങ്ങളോളം പ്രാപ്തിയുള്ള ആരും തന്നെ ഈ ലോകത്തിൽ നിന്നും ആർക്കും ഞങ്ങളെ തകർക്കുവാൻ, തള്ളിയിടുവാൻ, കൊന്നുകളയുവാൻ സാധ്യമല്ലെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗോലിയാത്തിനെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു ദാവീദ് നിഷ്പ്രയാസം മറ്റുള്ളവരൊക്കെ അസാധ്യമെന്ന് പറഞ്ഞ കാര്യം സാധ്യമാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ദാവീദിൻ്റെ കവണിയിലെ ഒരു കല്ല് നിമിത്തം മുൻപോട്ട് പോകുവാൻ കഴിയാതെ വീണ് മരിക്കുന്ന ഒരു ഗോലിയാത്തിനെ നാം കാണുകയാണ്. ബലശാലി എന്ന് പറഞ്ഞെങ്കിലും അവിടം കൊണ്ട് തൻ്റെ കാലഘട്ടം അവസാനിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് തന്നെ നാം ഒന്ന് കടന്നു വരികയാണെങ്കിൽ 4-ാം അധ്യായത്തിനകത്ത് ധീരനായ, പ്രാപ്തനായ, ബലശാലിയായ, ബുദ്ധിമാനായ ഒരു രാജാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തൻ്റെ ധനം കൊണ്ട്, തൻ്റെ മാനം കൊണ്ട്, തൻ്റെ മഹത്വം കൊണ്ട്, തൻ്റെ ബുദ്ധി കൊണ്ട് തൻ മനോഹരമായിരിക്കുന്ന ഒരു കൊട്ടാരം പണി കഴിക്കുകയും ആ കൊട്ടാരത്തിൻ്റെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് താൻ പറഞ്ഞ പദങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങുകയാണ്. തൻ്റെ ബലത്തെക്കുറിച്ച്, തൻ്റെ പണത്തെക്കുറിച്ച്, തൻ്റെ സ്വാധീനത്തെക്കുറിച്ച്, തൻ്റെ മഹത്വത്തെക്കുറിച്ച്, താൻ പണി കഴിച്ചിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന ആ കൊട്ടാരത്തെക്കുറിച്ചുള്ള പേരുകളും പെരുമകളുമൊക്കെ പറഞ്ഞ് താൻ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് പറയുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രാജാവിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അടുത്ത വാക്കുകൾ പറയുന്നത്, തൻ്റെ വായ്ക്കകത്ത് ആ വാക്കുകൾ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു: രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ലു തീറ്റും എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ്. ശ്രദ്ധിക്കണം. ബലശാലിയാണ്, കനശാലിയാണ്, സമ്പന്നനാണ്, സൗന്ദര്യമുള്ളവനാണ്, അധികാരമുള്ളവനാണ്, ഒന്നിനും കുറവില്ലാത്തവനാണ് എന്നൊക്കെ പറയുവാൻ പരിശ്രമിച്ച നെബൂഖദ്നേസർ രാജാവ് തൻ്റെ സൃഷ്ടിതാവായ ദൈവത്തോട് അഹങ്കാരവും അനുസരണക്കേടും കാണിച്ചപ്പോൾ ദൈവം തന്നെ തള്ളിയിടുകയും ഏറിയ നാളുകൾ ഒരു മൃഗത്തെപ്പോലെ വനാന്തരത്തിൽ പാർക്കുകയും ചെയ്യേണ്ടുന്ന രംഗമുണ്ടായിട്ടുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബലവും ജ്ഞാനവും സമ്പത്തും കഴിവുകളും സൗന്ദര്യവും പേരും പ്രസിദ്ധിയും ഒക്കെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിക്കുകയും ആ ഉള്ളതിൽ പ്രശംസിക്കുന്നവരായിട്ടല്ല, ഉള്ളതെല്ലാം തന്ന ദൈവത്തിന്
ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾക്കുള്ളതിൽ പ്രശംസിക്കുന്നവരോ ഞങ്ങൾക്കുള്ളതിൽ അഹങ്കരിക്കുന്നവരോ ഞങ്ങൾക്കുള്ളതിൽ പ്രശംസിക്കുന്നവരോ ആയിട്ട് ഞങ്ങൾ തകർന്നു പോകുന്ന അനുഭവമല്ല. ഞങ്ങൾക്ക് സകലതും തന്ന ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പണമുള്ളവരായി ജീവിപ്പാനും ആ തലത്തിൽ ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.